എന്തു പറ്റി നോക്കുന്നു? എന്തോടോ പറയാ, കുട്ടികളാവുമ്പോ ഇത്തിരി വാശിയും കരച്ചിലൊക്കെ കാണില്ലേ? അതിന് മുതിർന്ന ഒരു വാളെടുത്ത് തുള്ളാൻ നിന്നാലോ? കൂടുതൽ സമയം നമ്മൾ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻ ഇതൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വലിയ കാര്യത്തിൽ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴായിരിക്കും കുഞ്ഞുങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്. അതും അല്ലെങ്കിൽ അവർ കരയുന്നത് ഇന്നലെ കൊട്ടണം എന്ന് പറഞ്ഞിട്ടായിരിക്കും. അതായത് അതൊരു കഥയാണ് കേട്ടോ. ഇതൊരു കുഞ്ഞു കുട്ടി ഒരു കളിപ്പാട്ടം വേണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കരഞ്ഞു. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ അവിടെയൊക്കെ നോക്കി കണ്ടില്ല. പക്ഷെ പിറ്റേ ദിവസം അത് അലമാരയുടെ മുകളിൽ നിന്ന് കിട്ടി. അപ്പോൾ ഇതെടുത്തിട്ട് കുഞ്ഞിൻ്റെ കൈ കൊണ്ട് കൊടുക്കുമ്പോൾ കുഞ്ഞ് പറയാണ്, വീണ്ടും കരച്ചിൽ തുടങ്ങുകയാണ്. എന്നിട്ട് പറയാണ്, എനിക്കിപ്പോൾ അല്ല ഇത് വേണ്ടത്, ഇന്നലെ ആയിരുന്നു, എനിക്ക് ഇന്നലെ കൊട്ടണം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് പലപ്പോഴും നമ്മുടെ സിറ്റുവേഷൻ. അതായത് കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് നടത്തി കൊടുക്കാൻ പറ്റാത്തതും കൂടി ആയിരിക്കും. രാത്രിയിൽ ചിലപ്പം ചോക്ലേറ്റ് വേണം എന്ന് പറയും. അപ്പോൾ ഉള്ള ചോക്ലേറ്റ് വരെ തീർന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് പറഞ്ഞാലും അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചാലും ഒന്നും അവർ കേൾക്കില്ല. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ സമാധാനമായിട്ട് അവരെ അപ്രോച്ച് ചെയ്യും. അത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഇതാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമ്മൾ അവരെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പോസ് എടുക്കുക അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ തിരിച്ചറിയാം നമുക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ തന്നെ ചിന്തിക്കുക, ഓക്കെ, ദേഷ്യപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ഇല്ല, ഈ ഒരു സിറ്റുവേഷൻ കൂടുതൽ വഷളാവത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പതുക്കെ അതിൽ നിന്നൊരു ബ്രേക്ക് ഇടുക. നമ്മൾ 5 ഡീപ്പ് ബ്രെത്ത് എടുക്കുക എന്നുള്ളതാണ്. അതായത് ശ്വാസം 5 പ്രാവശ്യം വലിച്ച് എടുക്കുകയും വിടുകയും ചെയ്യാം. ഓക്കെ, ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ നോർമലി കുറച്ചുകൂടെ ബെറ്ററായിട്ട് നമുക്ക് സമാധാനമായിട്ട് കാമായിട്ട് അവരോട് അപ്രോച്ച് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം മറ്റൊരു രീതിയിലുള്ള ബ്രേക്കാണ് കേട്ടോ. അതായത് പലപ്പോഴും അമ്മമാർ പറയാറുണ്ട്, കുട്ടികളുടെ പുറകെ നടന്നിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സമയം കിട്ടാറില്ല. കുട്ടികളെ നോക്കുന്നതിൽ നമുക്ക് ഒരു വിഷമവും ഇല്ലാത്ത കാര്യമാണ്. കുട്ടികളോട് സ്നേഹക്കുറവും നമുക്ക് ഒട്ടുമില്ല. പക്ഷേ പലപ്പോഴും നമ്മൾ അവരുടെ ഒരു എനർജി ലെവൽ വേറെയാണല്ലേ. അവരുടെ കൂടെ നടക്കണമെങ്കിൽ നമ്മൾ പലപ്പോഴും ടയേർഡായി പോകും. പക്ഷേ ആ ഒരു സമയത്ത് നമുക്ക് വേണ്ടുന്ന കാര്യം, നമുക്ക് മെൻ്റലി ആൻഡ് ഫിസിക്കലി എനർജി വേണം അല്ലേ. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് മെൻ്റലി സ്ട്രോങ് ആയിട്ട് ഇരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾ ഉറങ്ങുമ്പോൾ കുറച്ച് സമയം നമുക്ക് വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കാണുമല്ലേ, അത് അവർ ഉറങ്ങുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് ബ്രേക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോഴോ ഒക്കെ നമുക്ക് അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്താം. എന്നിട്ട് നമ്മൾ അത് ചെയ്യുമ്പോഴത്തേക്കിന് എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ആവും. നമുക്ക് വേണ്ടിയും സമയം കിട്ടുന്നു എന്നുള്ള ഒരു സമാധാനം കിട്ടും. അതിൽ നിന്ന് നമുക്കൊരു വലിയ എനർജി കിട്ടും. അപ്പോൾ നമുക്ക് കുട്ടികളിൽ കുറച്ച് കുരുത്തക്കേടൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് മാനേജ് ചെയ്ത് പോകാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് സാധിക്കും. മൂന്നാമത്തെ കാര്യം, ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യുന്നത്, പക്ഷെ അതിനെ നമ്മളെ തന്നെ ഒന്ന് പുകഴ്ത്താനായിട്ട് ശ്രമിക്കാം. നമ്മൾ പല്ല് തേച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമുക്കൊന്ന് ചിന്തിക്കാം, ഇന്ന് നമ്മൾ എന്താണ് ബെറ്ററായിട്ട് കുഞ്ഞായിട്ട് ഡീൽ ചെയ്തത്, അല്ലെങ്കിൽ എന്താണ് നല്ല കാര്യം കുറച്ച് നന്നായിട്ട് ചെയ്തത് എന്നുള്ളത് നമുക്കൊന്ന് ആലോചിക്കാം. അപ്പം നമുക്കൊരു കാര്യം കണ്ടെത്താൻ കഴിയുമല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് നമ്മളെ തന്നെ ഒന്ന് പുകഴ്ത്തുക. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ മാത്രമല്ല, ഈ ലോകത്തുള്ള പേരൻസ് എല്ലാം ഇങ്ങനെ ട്രയൽ ആൻഡ് എററിലൂടെ മുന്നോട്ട് പോകുന്നവർ തന്നെയാണ്. അതായത് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ പോയിട്ടുണ്ടാവാം, പക്ഷെ നമ്മൾ അതിനെ തിരിച്ചറിയുകയും അതിനെ ബെറ്റർ ആക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. അത്രയേ ഉള്ളൂ. പേരൻറ്റിംഗ് എന്ന് പറയുന്നത് പോലെ അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം.